പെണ്ണേ ബാലേ കിളിക്കിടാവേ തെളിവിനോടൊരു കഥ ചൊല്ലെന്നോട്. ചൊല്ലിടാമേ രാസാ. ഗണപതിയെ തുണ ചെയ്തിടണേ അമ്മേ ഭഗവതി കാത്തിടണേ. കൂന്തൽ ഭാരം ചരിച്ചു കിട്ടി മെയ്യാകെ ആഭരണം അണിഞ്ഞു പെണ്ണ് കാതിലെ തോട ഇളക്കിക്കൊണ്ടേ കാനനം നീളെ നടന്നവളും. പഞ്ചവടിച്ചാരെ ചിന്നപ്പോളെ കണ്ടവ ശ്രീരാമ ലക്ഷ്മണരെ കണ്ണെടുക്കാതങ്ങ് നീയനക്കാതങ്ങ് കാമിനിയായി മാറി പെണ്ണന്നേരം. യാരടി നീ മോഹിനി ജാലക്കാരി എടി അഴകുഴമ്പി വന്ന കാര്യം ചൊല്ലടി പെണ്ണേ. കാടായ കാടും മേടായ മേടും കാന്തനെ തിരഞ്ഞു നടന്നവൾ ഞാൻ. എങ്ങും എനിക്കൊത്തവനെ കണ്ടതില്ല, നീ എന്നെ ഭരിച്ചിടണം അഴകിലൂടെ. മുന്നേ ഞാൻ വേട്ട പെണ്ണരികിലുള്ളപ്പോൾ എപ്പടി ഞാൻ നിന്നെ ഭരിക്കും പെണ്ണേ. സൊല്ലടി എപ്പടി ഞാൻ നിന്നെ ഭരിക്കും പെണ്ണേ. എന്നിലും ഇളയ മന്നവനോട് ചൊൽക ഭരിക്കും നിന്നെ അവൻ സ്വന്തമായി. അപ്പടിയൊന്നുമേ ചൊല്ല വേണ്ട പെണ്ണെ, ഇங்கே ഞാൻ വന്നത് തുണയായിത്താനേ. അങ്ങെ അങ്ങെ ജ്യേഷ്ഠനോട് പോയി ചൊല്ലടി. அப்படியா மனவா அங்க போடி ஏன் ராசா திரும்பி போடி. ஐயா 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 பொன்னிவள சீத பெண்ணிவள கொன்னிடுவே ഞാൻ ഇവള இந்த നിമിഷം. നില്ലടി അങ്ക എടി നില്ലടി അങ്ക. കാടിളക്കി മേടിളക്കി ഓടിയ ശൂർപ്പണഖയെ ലക്ഷ്മണൻ വാളിനാൽ തടുത്തു നിർത്തി. അതുക്കപ്പുറം ആഞ്ഞു വീശിയ വാളിനാലെ വെട്ടി മാറ്റി മൂക്കും മാറിടവും അലറി വിളിച്ചു കരഞ്ഞു പാഞ്ഞുപോയി രാവണ സവിധേ ശൂർപ്പണഖ. ഏയ് അയ്യാ കഥ പോതുമാ. ഇല്ലാവചനം ചൊല്ലിയ പെണ്ണ് രാവണ മനമങ്ങിളക്കി സീതയെ തട്ടിക്കൊണ്ടുപോയി രാവണൻ. രാമനോ രാവണ നിഗ്രഹവും ചെയ്തു. ഇപ്പതാ കഥ മുടിഞ്ചാച്ച്. മങ്കൈ മനമത് കാരണം പെരിയ കഷ്ടം ഏതു നാട്ടിലും. അപ്പോ കൊമ്പൻ നിനച്ചാലോ? അയ്യോ തപ്പ്, അതും സരിതാനേ.